ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രേക്ഷകരെ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും. ഒന്നല്ല, 2 പേർ ഈ ആഴ്ച പുറത്താകും. അതിനുവേണ്ടി 6 ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ ഒരാൾ അനീഷാണ്. അനീഷാണല്ലോ തൽക്കാലം ഇപ്പോഴത്തെ അവിടുത്തെ കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത്. അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്ത് കളഞ്ഞാലേ ആ വീട്ടുകാർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരവസരമായി എല്ലാവരും കരുതിയിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ ടാസ്ക് കളിക്കണം. ആ ടാസ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുവാൻ ചില ആൾക്കാരുണ്ടാകണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുടെ സഹായത്തോടു കൂടിയാണ് ഇവർക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റുക. പരാജയപ്പെടുന്നവർ പുറത്തു പോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഉറപ്പാണ്. അനീഷ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അനീഷിനെ കാലു വാരും. കാരണം ആ വീട്ടിൽ ആർക്കും തന്നെ അയാളെ താല്പര്യമല്ല. അപ്പോൾ അനീഷ് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന പരിപാടി തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ പേര് മാറ്റി മിഡ് വീക്ക് എവിക്ഷൻ എന്ന് കണ്ണാടിയിൽ വരെ എഴുതി കൊടുത്തതാണ്. എന്നിട്ട് ഇപ്പോൾ വന്ന് പറയുകയാണ് അത് മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ കാരണമാകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബാലിശമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിങ്ങളിവിടുത്തെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ പലയാവർത്തി പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ലഭിച്ചിരിക്കുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് കൈമാറുന്നത് കൊണ്ട് ഷോ തന്നെ വേണ്ടാന്ന് വെക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞതുപോലൊരു തീരുമാനമാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പല ടാസ്കുകളിലും നിങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചില്ല. 2-3 ടാസ്കുകൾ നിങ്ങൾ കളഞ്ഞു കുളിച്ചു. അതിൽ വല്ലാത്ത നിരാശ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും അത്രയും നിരാശയുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളെ എടുത്ത് പുറത്ത് കളയാൻ പോവുകയാണെന്ന്. എന്നാൽ ബിഗ് ബോസ് പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ തൽക്കാലമില്ല, സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കണ്ടന്റുകൾ തൽക്കാലം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആവാം. എന്തായാലും ബിഗ് ബോസിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പുതുതായി വന്നിരിക്കുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം എന്താണെന്ന്. ഇതുവരെ നടന്ന പണിപ്പുര ടാസ്കുകളിൽ ഒന്നാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. രണ്ടാമത്തേതിൽ മുഴുവൻ സമയവും ഉപയോഗിക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തേത് ടാസ്ക് കൃത്യമായി പൂർത്തിയാക്കാത്തതിനാൽ റദ്ദാക്കപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ ഇത്തരം മോശം പ്രകടനങ്ങളിൽ എനിക്ക് വളരെയധികം നിരാശയുണ്ട്. ഇതൊന്നുമല്ല ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഈ വീട്ടിൽ നിന്നും 2 പേരെ പുറത്തെടുത്തുകൊണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മിഡ് വീക്ക് സസ്പെൻഷനാണ്. ഇത് പ്രേക്ഷക വിധി പ്രകാരമുള്ള യഥാർത്ഥ എവിക്ഷൻ പ്രക്രിയയല്ല, മറിച്ച് ഒരു ത്യാഗമാണ്. ഇനിയുള്ള ടാസ്കുകൾ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ 6 പേർക്കുമായി 500 ഷോപ്പിംഗ് പോയിന്റുകൾ വീതം നൽകുകയാണ്. പക്ഷേ ഇവരിൽ നിന്നും 2 പേരെ ഈ ടാസ്കുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കി ഒരു ഡെഡ് സോണിൽ പാർപ്പിക്കും. ഈ ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ക്യാമറയും സൗണ്ടും ഒന്നുമില്ലാത്ത ഒരു ഏകാന്തവാസം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മുഖവും വ്യക്തിത്വവും മത്സരവുമെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അതിതീവ്രമായി ആഗ്രഹിച്ചെത്തിയവരാണ്. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത ഒരു അജ്ഞാതവാസമാണ് ഈ 2 പേരെയും കാത്തിരിക്കുന്നത്. അത്രയും ദിവസം ടിവിയിലോ 24/7 ലൈവിലോ ഈ 2 പേരെയും പ്രേക്ഷകർ കാണില്ല. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയില്ല. എന്നാൽ ഷോയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും പോയിന്റുകൾ ബാക്കിയുള്ളവർക്ക് ഒരു വലിയ നേട്ടമായി മാറും. അത്തരത്തിൽ പുറത്തു പോകുന്ന 2 പേരുടെയും പോയിന്റുകൾ ചേർത്ത് 1000 ഷോപ്പിംഗ് പോയിന്റുകളാണ് ബാക്കി എല്ലാവർക്കും അധികമായി ലഭിക്കാൻ പോകുന്നത്. അതായത് ആളുകളുടെ
എണ്ണം കുറയും. നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റുകൾ കൂടും. ഈ 6 പേരിൽ ഏതൊക്കെ 2 പേരാണ് ഈ വീടിന് വേണ്ടി 1000 പോയിന്റുകൾ നൽകി സ്വന്തം സാന്നിധ്യം ത്യജിക്കേണ്ടി വരികയെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇനി വരാൻ പോകുന്ന ടാസ്കുകളിലൂടെയാണ്. ഈ 2 പേരുടെയും തിരിച്ചുവരവും വരാതിരിക്കലുമെല്ലാം ഇനി നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. ഒരു ഡെഡ് സോണിലേക്ക് 2 ആൾക്കാർ മാറ്റപ്പെടാൻ പോവുകയാണ്. ആരൊക്കെയാണ് ആ പോകുന്നത്? അവരെ അങ്ങോട്ട് അയക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക് എന്താണ്? അതാണ് തുടർന്ന് കാണുവാൻ പോകുന്നത്. അതിനുള്ള ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. അപ്പാനി ശരത്താണ് ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ, അവരെ പോകാതിരിക്കുവാൻ ചില ആൾക്കാർക്ക് സഹായിക്കാം. ഒരാളിനെ സഹായിക്കുവാൻ വേണ്ടി 2 ആൾക്കാർ മുൻപോട്ട് വരണം. ഈ 2 ആൾക്കാർ ആരായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതായത് ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 6 മത്സരാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം അവരെ സഹായിക്കേണ്ടത് ആരാണ് എന്നുള്ളത്. ഇവിടെ അനീഷിനാണ് പിന്നെയും പ്രശ്നം വരാൻ പോകുന്നത്. കാരണം അനീഷിനെ അതിനകത്തുനിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആരെ അനീഷ് തിരഞ്ഞെടുത്താലും അവർ പണി കൊടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് അനീഷിന്റെ തീരുമാനം വളരെ ബുദ്ധിപരമായിട്ടാകും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ ആൾക്കാർ സസ്പെൻഷനിലേക്ക് പോകുമോ അജ്ഞാതവാസത്തിലായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. തുടർന്ന് ബിഗ് ബോസ് ഇവരെ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഓരോ ആൾക്കാർക്കും അവരവരെ സഹായിക്കുവാൻ ഈ 2 ആൾക്കാരെ തിരഞ്ഞെടുക്കാം. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പാണ് തുടർന്ന് അവിടെ നടന്നത്. ആദ്യത്തെ അവസരം രണ ഫാത്തിമയ്ക്കായിരുന്നു. രണ തെരഞ്ഞെടുത്തത് 2 വിശ്വസ്തരായ ആൾക്കാരെയാണ്. വിശ്വസിക്കാൻ കൊള്ളാം എന്ന് തോന്നുന്ന 2 ആൾക്കാർ. ഒന്ന് ആര്യൻ, 2 ജിസേൽ. ഈ 2 ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഉടൻ തന്നെ ബിഗ് ബോസിന്റെ അറിയിപ്പ് വീണ്ടും എത്തി. ഇനിയുള്ള ഓരോ ടാസ്കുകളിലും രണയെ സഹായിക്കുവാൻ വേണ്ടി വരുന്ന വ്യക്തികൾ ഈ 2 ആൾക്കാർ മാത്രമായിരിക്കും, ജിസേലും ആര്യനും. തുടർന്ന് ഷാരിക KB മുൻപോട്ട് വന്നിട്ട് ആദിലയെയും നൂറയെയും അതുപോലെ ബിന്നിയെയും തിരഞ്ഞെടുത്തു തന്നെ സഹായിക്കുവാൻ വേണ്ടി. ഒനിൽ സാബു തുടർന്ന് മുൻപോട്ട് വരുന്നു. അദ്ദേഹം തന്നെ സഹായിക്കുവാൻ തിരഞ്ഞെടുത്തത് അക്ബറിനെയും ഷാനവാസിനെയുമാണ്. തുടർന്ന് അനീഷിന്റെ ഊഴമാണ്. അനീഷ് വന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ആപൽ ഘട്ടത്തിൽ എന്നോട് കൂടെ നിൽക്കും എന്ന് വിശ്വസിച്ച് ഞാൻ വിളിക്കുന്ന വ്യക്തി അത് ശരത്താണ്. ശരിക്കും ശരത്താണല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ആ വീട്ടിൽ അനീഷുമായിട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ, അല്ല കഴിഞ്ഞ മണിക്കൂർ വരെ സംഘടന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തി, തൻ്റെ ആജന്മ ശത്രു എന്ന് വിശേഷിപ്പിക്കാം, അയാളെയാണ് തിരഞ്ഞെടുത്തത്. എന്നെ ഈ ആപത്ഘട്ടത്തിൽ കൈവിടില്ല എന്ന് ഞാൻ കരുതുന്നു, എനിക്ക് വേണ്ടി ശരത്ത് ആത്മാർത്ഥമായിട്ട് സഹായം നൽകുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞ് ശരത്തിനെ വിളിക്കുകയാണ്. ശരത്തിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിച്ചിരി ഉയർന്നു. കാരണം അനീഷിനിട്ട് പാര പണിയുവാൻ ശരത്ത് നോക്കി നിൽക്കുകയാണ്. രണ്ടാമത് അനുമോൾ. ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയപ്പോൾ മുതൽ എന്നെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് എനിക്കെതിരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അനുമോൾ. പക്ഷേ ഈ എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കൈവിടാതെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി സപ്പോർട്ട് നൽകും അനുമോള് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശത്രുവായ അനുമോളെയും തെരഞ്ഞെടുത്തു. ഇത് അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ബ്രില്യൻ മൂവ് തന്നെയാണെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. നല്ല ഒന്നാന്തരം ഗെയിമറാണ് ഇദ്ദേഹം കേട്ടോ. ഈ ശത്രുക്കളെ താൻ തെരഞ്ഞെടുത്തതോടുകൂടി അവരെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അവരിദ്ദേഹത്തെ ഒന്നുകിൽ സഹായിക്കും, അല്ലെങ്കിൽ കാലുവാരും. കാലുവാരാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തുനിന്ന വ്യക്തികളുടെ കയ്യിലേക്ക് വടിയെടുത്ത് കൊടുത്തിരിക്കുകയാണ് അടിക്കുവാൻ വേണ്ടി. അങ്ങനെ സംഭവിച്ചാൽ അനീഷിനറിയാം ഇതൊരു എവിക്ഷൻ അല്ല, സസ്പെൻഷനാണ്. ഇച്ചിരി ബുദ്ധിമുട്ടേറിയ അന്തരീക്ഷത്തിൽ കൂടി താൻ കടന്നു പോകേണ്ടി വരും. എങ്കിൽ പോലും അനീഷിന് അപ്പാനി ശരത്തിനെയും അനുമോളെയും തുറന്നു കാണിക്കുവാനുള്ള ഒരവസരം വന്നിരിക്കുകയാണ്. അവർ ചതിയന്മാരാണ്, കാലുവാരുന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരവസരം. ഇതിന്റെ മറുവശം അപ്പാനി ശരത്തിനും അനുമോൾക്കും നേട്ടമുണ്ടാക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അതിനകത്ത് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും നേട്ടമായി മാറും. പ്രേക്ഷകരുടെ പിന്തുണ അപ്പാനിക്കും അനുമോൾക്കും ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ബോധമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ തൽക്കാലം ആ വഴിക്ക് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നെഗറ്റീവ് ആകാനുള്ള അന്തരീക്ഷം ഉണ്ടാകും. അനീഷിനെ അവർ പുറത്താക്കുവാൻ വേണ്ടി ചതിയിൽ കൂടി കാലുവാരും. എന്തായാലും രണ്ടാൾക്കാരെയും തിരഞ്ഞെടുത്തു. അവർ മുൻപോട്ട് വന്നു. അതിനുശേഷം തിരികെ പോകുമ്പോൾ അപ്പാനി അനീഷിനെ കൈ കൊടുത്തിട്ട് പറയുകയാണ് അടിപൊളി ഐഡിയ ആണെന്ന്. അപ്പോൾ അയാൾക്കും കാര്യം മനസ്സിലായി. തനിക്ക് മൂക്കുകയറ് വീണു, തന്നെ ഇയാൾ വെട്ടിലാക്കി എന്നുള്ളത്. തുടർന്ന് കലാഭവൻ സരികയാണ് വരുന്നത്. അവർ നെവിനെയും അഭിലാഷിനെയും തൻ്റെ സഹായികളായി തെരഞ്ഞെടുത്തു. രേണു സുധി ബിൻസിയെയും ശൈത്യയുമാണ് തെരഞ്ഞെടുത്തത്. ഈ പിന്നാലെ വരുന്ന ആൾക്കാരൊക്കെ ഇന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്.
പക്ഷേ കലാഭവൻ സരികയുടെയും രേണുസുതിയുടെയും സഹായികളെയൊക്കെ മറ്റുള്ളവർ അടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ കിട്ടുന്നതിനെ എടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അടുത്തതിനെയും വരാൻ പോകുന്നത് ഇവരെ പുറത്താക്കുവാനുള്ള ടാസ്ക് ആണ്. ഇതിനകത്ത് ആര് പരാജയപ്പെടും, ആര് വിജയിക്കും, ആരാരുടെ കാല് വാരും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം.